10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമുക്കിന്ന് ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ് എന്ന ചാപ്റ്റർ പഠിക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ലൈറ്റിൻ്റെ കണ്ടിന്യൂഷനാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ എന്നീ രണ്ട് പ്രോപ്പർട്ടീസ് പഠിച്ചു. അതിൽ തന്നെ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ പാർട്ടൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലപോലെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇന്ന് നമുക്ക് ഹ്യൂമൻ ഐ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഐയുടെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷനും അതിൻ്റെ പാർട്സും എല്ലാം പഠിക്കാം. അത് കഴിഞ്ഞിട്ട് കണ്ണിനുണ്ടാകുന്ന ചില ഡിഫക്ട്സ്, പിന്നീട് നമുക്ക് ചില ഫിനോമിനൻ, നമ്മുടെ ചുറ്റും നടക്കുന്ന ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രതിഭാസങ്ങളെക്കുറിച്ചും സംസാരിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഐയുടെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. അപ്പോൾ ഐയുടെ സ്ട്രക്ചർ ഞാൻ ഓൾറെഡി ഇവിടെ വരച്ചു. അത് ഇംഗ്ലീഷ് വേർഷന് വേണ്ടി ഞാൻ വരച്ചതാണ്. നിങ്ങൾക്ക് വരയ്ക്കുന്നത് എങ്ങനെയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിയാൽ മതി. ആ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് അറിയാം. പക്ഷേ നിങ്ങൾക്ക് ഇത് നോക്കിയാലും വളരെ സിമ്പിൾ ഡയഗ്രാമാണ്. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ലൈനാണ്. ഇതിൻ്റെ പറയുന്ന പേരാണ് സ്ക്ലീറ. നിങ്ങൾക്ക് ഈ പേര് പഠിക്കേണ്ട, സ്ക്ലീറ പഠിക്കേണ്ട. നിങ്ങൾക്ക് ഇവിടെ ഈ ഫ്രണ്ടിലുള്ള പാർട്സാണ് പഠിക്കാനുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ ഔട്ടർ ലെയർ സ്ക്ലീറയാണ് മുന്നിൽ വന്നിട്ട് ഒരു ബൾജിങ് ആയിട്ട് കാണുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഐ എന്ന് പറയുന്നത് ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചറാണ്, ഒരു ഗോളം പോലെയാണ് ഇരിക്കുന്നത്, ഒരു സ്ഫിയറാണ്. നമ്മുടെ ഇവിടെ കണ്ണിൽ, നമ്മുടെ സ്കള്ളിൽ തലയോട്ട് നോക്കിയാൽ ഇവിടെ രണ്ട് ഓട്ട കാണാം അല്ലേ? അതാണ് സോക്കറ്റ് എന്ന് പറയും, ഐ സോക്കറ്റ്. ഇതിനകത്തിരിക്കുന്ന രണ്ട് ഐബോൾസ് ഉണ്ട്. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്ന, ഉന്തി നിൽക്കുന്ന ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ബാക്കി ഭാഗം എവിടെയാണ്? അകത്താണ് ആ ഐബോൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു വെളുത്ത ഭാഗം, ഒരു ട്രാൻസ്പെറൻറ്റ് ലെയർ ഉണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് കോർണിയ. അപ്പോൾ ഏറ്റവും മുമ്പിലായിട്ട് വരുന്നത് ഈ ബൾജിയുടെ പോർഷൻ, അതിനെ പറയുന്ന പേരാണ് കോർണിയ. ഇനി കോർണിയയുടെ ഫങ്ഷൻ എന്താണ്? അത് ഏറ്റവും ഫസ്റ്റ് ലെയർ ആയതുകൊണ്ട് തന്നെ ജേംസും ഡസ്റ്റും ഒന്നും കടക്കാതെ നമ്മുടെ കണ്ണിനെ സുരക്ഷിതമായി വെക്കുന്നു. അതുകൂടാതെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ കണ്ണിലേക്ക് കടക്കുന്ന ലൈറ്റ് ആദ്യം റിഫ്രാക്ഷൻ നടക്കുന്നത് കോർണിയയിലാണ്. റിഫ്രാക്ഷൻ നടന്നാൽ മാത്രമേ അത് ലെൻസിൽ കൂടി കടന്നു പോവുള്ളൂ. നമുക്ക് ആ കണ്ണിലൊരു ലെൻസ് ഉണ്ടെങ്കിൽ കൂടിയും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഈ കോർണിയാണ്. കാരണം കോർണിയയിലാണ് ഫസ്റ്റ് റിഫ്രാക്ഷൻ, മെജോറിറ്റി റിഫ്രാക്ഷന് വിധേയമാകുന്നത്. അവിടെ നിന്നാണ് പിന്നീട് അത് ലെൻസിലേക്ക് എത്തുന്നത്. അപ്പോൾ അതാണ് കോർണിയയുടെ ഏറ്റവും വലിയ ഫങ്ഷൻ. റിഫ്രാക്ഷൻ എന്താണെന്ന് നമുക്കറിയാം. ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് അല്ലേ? കാരണം എന്താ? അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് വരുമ്പോൾ വെലോസിറ്റിയിലും ഡിഫറൻസ് വരുന്നു. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ, ഇപ്പോൾ ഇവിടെ നമുക്ക് എയർ അല്ലേ, എയറിൽ നിന്ന് എങ്ങോട്ടാണ് കിടക്കുന്നത്? കോർണിയയ്ക്കകത്തേക്ക്. അപ്പോൾ ഒരു മീഡിയം ചേഞ്ച്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ റിഫ്രാക്ഷൻ നടക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ ഒരു ലെയർ ഉണ്ട്, കോറോയിഡ്. ഈ കോറോയിഡ് എന്നുള്ള പേരും നിങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്? ഈ കോറോയിഡ് മുമ്പിൽ ഒരു സർക്കുലർ, ഒരു ഡിസ്ക് പോലെ ഉണ്ട്. നമ്മുടെ കണ്ണിന് നോക്കിയാൽ ഈ ബ്രൗൺ കളറായിട്ട് നമുക്ക് കാണും. ചിലർക്ക് അത് ഡാർക്ക് ബ്രൗൺ ആയിരിക്കും, ചിലർക്ക് ലൈറ്റ് ബ്രൗൺ ആയിരിക്കും. ആ ബ്രൗൺ കളറിൽ കാണുന്നതാണ് നമ്മുടെ ഐറിസ്. ഈ ഐറിസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഐറിസ് ഒരു സർക്കുലർ ഷട്ടർ പോലെയാണ്. അതിങ്ങനെ ക്ലോസ് ആകാൻ, ഓപ്പൺ ആകാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇത് എൻക്ലോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ നടുക്ക് ഒരു ഹോളുണ്ട്. അതിനെ പറയുന്ന പേരാണ് പ്യൂപ്പിൾ. അപ്പോൾ ഈ പ്യൂപ്പിളിൻ്റെ വലിപ്പം നിർണ്ണയിക്കുന്നത് ഈ ഐറിസ് ആണ്. പ്യൂപ്പിൾ ചെറുതാകുന്നതും വലുതാകുന്നതും ഐറിസ് ചുരുങ്ങുന്നതും എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെയും ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നു. ഇനി എന്തിനാണ് പ്യൂപ്പിൾ വലുതാകുകയും ചെറുതാകുകയും ചെയ്യുന്നതെന്ന് അറിയോ? നമ്മുടെ കണ്ണിലേക്ക് കടക്കുന്ന ലൈറ്റിൻ്റെ അളവ് ക്രമീകരിക്കാനാണ്. അതായത് പ്രകാശം, നല്ല പ്രകാശം വരുമ്പോഴേക്കും നമ്മുടെ കണ്ണൊന്ന് ചിമ്മും അല്ലേ? അപ്പോൾ നമ്മുടെ ഐറിസ് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിൾ ചെറുതാവും. അപ്പോൾ കുറച്ച് ലൈറ്റേ കയറുള്ളൂ. അതേസമയം നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ, ഇൻ കേസ് എസ്പെഷ്യലി ഉച്ചയ്ക്കോ അല്ലെങ്കിൽ നൂൺ ഷോയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ നല്ല വെയിലത്തു നിന്നായിരിക്കും തിയേറ്ററിനകത്ത് കയറുന്നത്. ചിലപ്പോൾ നമ്മൾ സിനിമ തുടങ്ങി ഉടനെ ആയിരിക്കും കയറുന്നത്. കഴിഞ്ഞിട്ടല്ല, ഉടനെ തുടങ്ങിയിട്ട്. ഓക്കെ, സിനിമ തുടങ്ങിയ ഉടനെ നമ്മൾ ലൈറ്റൊക്കെ അടച്ചു കഴിഞ്ഞ് കയറുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പുറത്തുനിന്ന് വന്ന് കയറുമ്പോൾ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നേരം അവിടെ നിൽക്കുമ്പോൾ പതുക്കെ ഓരോന്നായിട്ട് നമുക്ക് തെളിഞ്ഞു വരും. അതെന്തുകൊണ്ടാണ്? നമ്മൾ വരുമ്പോൾ, വെളിയിലായിരിക്കുമ്പോൾ നമ്മുടെ പ്യൂപ്പിള് ചെറുതായിട്ടിരിക്കുക. നമ്മൾ ഇരുട്ടത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഐറിസ് പതുക്കെ ഡയലേറ്റ് ചെയ്യും. അപ്പോൾ ആ വട്ടം, അതായത് ആ പ്യൂപ്പിള് ഒരു ഡാർക്ക് സ്പോട്ടില്ലേ, അത് വലുതാവും. അതിൽ കൂടെ അപ്പോൾ കൂടുതൽ വെളിച്ചം അകത്ത് കടക്കുന്നു, നമുക്കത് കാണാൻ പറ്റും. ഇനി നമ്മൾ തിരിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ, സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വീണ്ടും നമ്മൾ പ്രകാശത്തിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഐറിസ് ചുരുങ്ങും, പ്യൂപ്പിൾ ചെറുതാവും, അകത്തേക്ക് കടക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് കുറയും. അപ്പോൾ നമുക്ക് ആ
പെട്ടെന്നുള്ള കണ്ണ് ചിമ്മലങ്ങ് മാറും. ഇത് നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ എൻ്റെ ടീച്ചർ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ചെന്ന് കണ്ണാടി എടുത്ത് വെച്ചിട്ട് ലൈറ്റ് ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതിയെന്ന്. ഞാനത് അതുപോലെ വീട്ടിൽ ചെന്നു, കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട്, ഈ ചെറിയ കണ്ണാടിയുടെ നമ്മുടെ ഈ മേക്കപ്പ് മിറർ എന്ന് പറയുന്ന ഈ ചെറിയ മിററല്ലേ അതിൽ, എന്നിട്ട് ഈ ഏതായാലും മതി കേട്ടോ, പക്ഷെ കൃത്യമായിട്ട് കാണണമെങ്കിൽ അതാ. അപ്പോൾ ഒരു ടോർച്ച് എടുത്ത്, പെൻ ടോർച്ച് ഉണ്ടല്ലോ ചെറുത്, നിങ്ങൾക്ക് മൊബൈലിൻ്റെ ഫ്ലാഷ് ആയാലും മതി, അതിങ്ങനെ കണ്ണിലേക്ക് കാണിക്കും. പക്ഷെ കണ്ണ് ചിമ്മാതെ നോക്കുക, അപ്പോൾ ഈ ഇങ്ങനെ ഐറിസ് വികസിക്കുന്നത് കാണാം. അത് കഴിഞ്ഞത് ഓഫ് ചെയ്യുമ്പോൾ ചുരുങ്ങുന്നതും കാണാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമ്മുടെ പ്യൂപ്പിളിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കണ്ണിലേക്ക് കടക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ ലെൻസാണ്. ഏത് തരം ലെൻസാണെന്നുള്ളത്? നമുക്ക് ബൈകോൺവെക്സ് ലെൻസാണ് നമ്മുടെ കണ്ണിലുള്ളത്. അപ്പോൾ നമ്മുടെ കണ്ണിനെ നമ്മൾ എപ്പോഴും താരതമ്യം ചെയ്യുന്നത് ഒരു ക്യാമറയോടെയാണ്. അപ്പോൾ ക്യാമറയ്ക്കും ലെൻസുണ്ട്, നമുക്ക് ലെൻസുണ്ട്. ക്യാമറയും ഒരു ഇമേജ് ഒരു സ്ക്രീനിൽ എടുക്കുന്നു, നമുക്കും ഒരു ഇമേജ് ലഭിക്കുന്നുണ്ട്. ക്യാമറ ഉണ്ടാക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ഇമേജാണ്. നമ്മൾ കാണുന്നത് സ്ട്രെയിറ്റ് ആണ്, പക്ഷേ ആദ്യം ആ ഇമേജ് നമ്മുടെ കണ്ണിലുണ്ടാകുന്നത് തലതിരിഞ്ഞാണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ട്. പിന്നീട് അത് ബ്രെയിനിൽ പോയിട്ടാണത് ശരിയായി നേരെ നമ്മൾ കാണുന്നത്. അപ്പോൾ ക്യാമറയിലെ പോലെ തന്നെ ഒരു ബൈകോൺവെക്സ് ലെൻസാണ്. പക്ഷെ ഇവിടെ നമ്മുടെ ലെൻസ് ഉണ്ടാക്കിയിരിക്കുന്ന ഗ്ലാസ് പീസ് കൊണ്ടല്ല, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ബയോളജിക്കൽ സബ്സ്റ്റൻസ് ആണ്, ഒരു ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ് നമ്മുടെ ലെൻസ്. അപ്പോൾ ഇതൊരു ക്രിസ്റ്റലൈൻ ലെൻസാണ്, ട്രാൻസ്പെറൻറ്റ് ക്രിസ്റ്റലൈൻ ലെൻസാണ്. ഇനി ഈ ലെൻസ് ഇവിടെ തന്നെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് കുറച്ച് ലിഗമെന്റ്സ് കൊണ്ട് അതിനെ കണക്ട് ചെയ്യണം. അപ്പോൾ അവിടെ ചെറിയ മസിൽസ് ഉണ്ട്. ആ മസിൽസിനെ പറയുന്ന പേരാണ് സീലിയറി മസിൽ. ഈ സീലിയറി മസിൽസിൽ നിന്ന് ചെറിയ ചെറിയ സസ്പെൻസറി ലിഗമെന്റ്സ് ഉണ്ട്, ഇതിനെ സസ്പെൻഡ് ചെയ്ത് വെക്കുന്നത്. അത് കാരണമാണ് ആ ലെൻസ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിനെ ലെൻസിനെ ഇങ്ങനെ വലിക്കാനും ചുരുക്കാനും ഉള്ള കഴിവും ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഇനി ഈ ലെൻസിൻ്റെ മുന്നിലുള്ള ഭാഗത്ത് ഉള്ള ചേംബർ അല്ലെങ്കിൽ ഈ ഒരു സ്പേസിനെ പറയുന്ന പേരാണ് എക്വസ് ചേംബർ. അവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് എക്വസ് ഹ്യൂമർ. ഹ്യൂമർ എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് എന്നാണ് അർത്ഥം. അതേസമയം ഇവിടെ ഒരു വലിയ ചേംബർ ഉണ്ട്, അതായത് ലെൻസിൻ്റെ പുറകിൽ, അതിനെ പറയുന്ന പേരാണ് വിട്രിയസ് ചേംബർ. അപ്പോൾ വിട്രിയസ് ചേംബറിലുള്ള ഫ്ലൂയിഡ് എന്താണ്? വിട്രിയസ് ഹ്യൂമർ. ഇനി ഈ ലൈറ്റ് ഇതിൽ കൂടി കടന്നിട്ട് ഇവിടെ വന്ന് വീഴും. ഇതൊരു സ്ക്രീനാണ്. ഈ സ്ക്രീനിൻ്റെ പേരാണ് റെറ്റിന. അത് 3ാമത്തെ ലെയറാണ്. ആ 3ാമത്തെ ലെയർ മുന്നിലേക്ക് വരുന്നില്ല, ഇവിടെ വരെ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു റെറ്റിന എന്നുള്ളതാണ് നമ്മുടെ കണ്ണിലെ സ്ക്രീനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ റെറ്റിനയ്ക്കകത്ത് ഫോട്ടോ സെൻസിറ്റീവ് സെൽസ് ഉണ്ട്. അതായത് ഫോട്ടോ എന്ന് വെച്ചാൽ പ്രകാശത്തിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള, അതായത് പ്രകാശം പതിക്കുമ്പോൾ സ്റ്റിമുലേറ്റ് ആവുന്ന സെൽസ് ഉണ്ട്. അത് 2 തരത്തിലുണ്ട്, റോഡ്സും കോൺസും. റോഡ് എന്ന് പറയുന്നത് ഈ സെൽസ് നമ്മളെ ഇരുട്ടത്ത് അല്ലെങ്കിൽ ഡിം ലൈറ്റിൽ കാണാനാണ് സഹായിക്കുന്നത്. ഇനി ഡിം ലൈറ്റിൽ നമുക്ക് കളർസ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും? ഇല്ല, എല്ലാം ഒരുവിധം ഒരു ഗ്രേഷ് അപ്പിയറൻസ് ആയിരിക്കും അല്ലേ. അതേസമയം പ്രമേഹം മൂവി കണ്ടവർക്കറിയാം, എല്ലാം ഒരു ഗ്രേ ആയിട്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ. അതേസമയം നമ്മൾ ബ്രൈറ്റ് ലൈറ്റിൽ കണ്ടാലോ നമുക്ക് എല്ലാം വ്യക്തമായി കാണാൻ കഴിയുകയും ചെയ്യും, കളറെല്ലാം തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ കളർ സി കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സി, കോൺ ഫോർ കളർ എന്ന് ഓർക്കുക. കളർ എപ്പോഴേ കാണാൻ പറ്റും? പകൽ വെളിച്ചത്തിൽ. അപ്പം നല്ല വെളിച്ചത്തിൽ കാണുന്നത് കോൺസ് ആണ്, അതിന് കളർ വിഷനും ഉണ്ട്. അതേസമയം ഇരുട്ടത്ത് കാണുന്നതാണ് അല്ലെങ്കിൽ ഡിം ലൈറ്റിൽ കാണുന്നതാണ് റോഡ്സ്. ചില ആവള് പോലെയുള്ള നമ്മുടെ മൂങ്ങയ്ക്കൊക്കെ കൂടുതൽ റോഡ്സ് ഉണ്ട്, അതുകൊണ്ടാണ് അവർക്ക് രാത്രി കാലങ്ങളിലും കണ്ണ് കാണുന്നത്. ഇനി ഇവിടെ 2 സ്പോട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, യെല്ലോ സ്പോട്ടും ബ്ലൈൻഡ് സ്പോട്ടും. ഈ യെല്ലോ സ്പോട്ടിൽ വേണം നമ്മുടെ ഇവിടെ നിന്നുള്ള റിഫ്രാക്ട് ചെയ്ത് ലൈറ്റ് വന്ന് വീഴാൻ, എങ്കിലേ നമുക്ക് മാക്സിമം വിഷൻ ഉണ്ടാവും. അതേസമയം ബ്ലൈൻഡ് സ്പോട്ടിൽ വീണാലോ അത് ഒന്നും കാണാൻ പറ്റില്ല, കാരണം ഇവിടെ റോഡ്സും കോൺസും ഒട്ടും തന്നെ ഇല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ റോഡ്സും കോൺസും ഉണ്ട്. ഇനി ഇവിടെ വീഴുന്ന ഇമേജ് ഇങ്ങോട്ടൊരു സിഗ്നൽ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ന്യൂറൽ സിഗ്നലായിട്ട് അല്ലെങ്കിൽ നെർവിൻ്റെ സഹായത്തോടു കൂടി ഇതിനെ നമ്മുടെ ഒപ്റ്റിക് നെർവ് എവിടെ കൊണ്ടുപോകും? നമ്മുടെ തലയോട്ടിയുടെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കണ്ണിൽ നിന്നുള്ള ഇമേജസ് സ്വീകരിക്കുന്നത്. അവിടെ വെച്ചിട്ട് ബ്രെയിൻ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് തലകുത്തനെയുള്ള ഇതിനെ ശരിയാക്കിയൊക്കെ നമുക്ക് നന്നായിട്ട് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ഔട്ട്സൈഡായിട്ട് കാണുന്നത് കോർണിയ എന്ന് പറയുന്നിടത്താണ് ഏറ്റവും കൂടുതൽ എന്ത് സംഭവിക്കുന്നത്? റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഐറിസ്, പ്യൂപ്പിളിൻ്റെ സൈസ് കൺട്രോൾ ചെയ്യുന്നത് ഐറിസാണ്. ഐറിസ് എന്ത് ചെയ്യും? കണ്ണിലേക്ക് കടക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. അതിൻ്റെ പിന്നിലായിട്ട് നമുക്ക് ഒരു ബൈകോൺവെക്സ് ക്രിസ്റ്റലൈൻ ലെൻസ് ഉണ്ട്. ലെൻസിനെ അതിൻ്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് സീലിയറി മസിൽസ് ആണ്. പിന്നെ റെറ്റിനയാണ് നമ്മുടെ സ്ക്രീൻ. റെറ്റിനയിൽ ഫോട്ടോ സെൻസിറ്റീവ് സെൽസും ഉണ്ട്. ഇത്രയാണ് നമ്മുടെ കണ്ണിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ
ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളിപ്പോൾ 10th-ലാണ്, 12th വരെ നിങ്ങൾക്ക് ഞാൻ കൂട്ടായിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ അതുകൊണ്ടൊരു നഷ്ടവും വരില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.